എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേറൊരു സ്റ്റൈലിൽ കൊച്ചിക്കാർ വെക്കുന്നത് പോലെയുള്ള അയില തേങ്ങായ്മുളക് അരച്ചാണ് കാണിക്കാൻ പോകുന്നത്. തീ ചൂടായി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി കറി ആദ്യം മൂപ്പിക്കാൻ വേണ്ടി കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചതച്ച് കൊണ്ടുവരാം മിക്സിയുടെ ജാറിലിട്ട്. ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും ചതച്ചത് ഇതിലിട്ട് ഒന്ന് കുറച്ച് നേരം മൂപ്പിച്ചെടുക്കാം. നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കണം. കൊച്ചിക്കാരിങ്ങനെയാണ് മീൻ കറി വെക്കുന്നത്. നെമ്മീൻ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അടുപ്പ് കെട്ടുപോയി ഭയങ്കര കാറ്റിൻ്റെ ഇതിൽ. ഉലുവ എല്ലാം ലാസ്റ്റ് കറി എടുത്ത് അടുപ്പ് അണക്കുമ്പോഴേക്കും ഉലുവ പൊടിച്ചതും ഉലുവയും കറിവേപ്പിലയും ചേർത്ത് പൊടിച്ച് വെച്ചത് ഇച്ചിരി ഇട്ട് കൊടുത്താൽ നല്ല മണമായിരിക്കും. ഇനി ഇതിൽ പൊടികൾ ചേർക്കാം. കുറച്ച് പൊടികളാണ് ചേർക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൽ ചെറിയ ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയിട്ട് നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. തീ കുറച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ തേങ്ങ അരച്ചു കൊണ്ടുവരാം. തേങ്ങ മാത്രമാണ് ഇടുന്നത്, വേറെ ഒന്നും ഇടുന്നില്ല. തേങ്ങ മാത്രം അരച്ചു കൊണ്ടുവരാം. മസാല നല്ല മൂത്ത് വന്നതിന് ശേഷം തേങ്ങ നല്ല മയത്തിൽ അരച്ചത് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കും. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലിട്ട് കുലുക്കി അത് വിട്ടു. ഞാൻ അപ്പം എടുക്കുന്ന പാത്രങ്ങൾ കഴുകി വെക്കുന്നതുകൊണ്ട് പിന്നെ അതൊരു രാവിലെ ഈ കറിക്ക് കളറില്ലാത്തതുകൊണ്ട് കുറച്ച് പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർക്കാൻ പോവുകയാണ്. മുളക് പൊടി നേരത്തെ എരിവ് മുളക് പൊടി ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂണല്ലേ ഞാൻ ഇട്ടുള്ളൂ. മഞ്ഞ നിറത്തിലിരിക്കുന്നു. കളറിന് വേണ്ടി അര സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിറം കൂട്ടാൻ കുറച്ചധികം ഇട്ട് കൊടുക്കും.
ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. പുളി ഇട്ട് കൊടുക്കാം. വടക്കം പുളി 2 പീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അധികം പുളി ഇവിടെ ആവശ്യമില്ല. 1 കഷ്ണം തക്കാളിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എനിക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇതുണ്ടാക്കുന്നത്. ഞാൻ അരി ആഹാരം ഒന്നും ചോറും ദോശ ഒന്നും കഴിക്കാതെ മുട്ട ഓംലെറ്റാണ് രാവിലെ കഴിക്കുന്നത്. ക്യാരറ്റും ഉള്ളിയും എല്ലാം ഇട്ട് അതൊന്ന് ചിക്കി എടുക്കും. വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് ചെയ്യാവുന്നതാണ്. മീൻകറി നല്ലപോലെ തിളക്കുന്നുണ്ട്. തക്കാളി നല്ല പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ട മീൻ വേവുന്നതിൻ്റെ കൂടെ തന്നെ അതും വെന്തോളും. തീ കൂട്ടി വെച്ച് കറി നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. മുട്ട ചിക്കിയത് ഇവിടെ ആയിട്ടുണ്ട്. ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് മുട്ട ചിക്കിയത്. മീൻ കറിയിൽ ഇച്ചിരി കറിവേപ്പില നല്ലപോലെ കൈവച്ച് പിച്ചിട്ട് കൊടുക്കുക. നല്ല മണം വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി എടുത്തു വച്ചിരിക്കുന്ന അയല ഇട്ട് കൊടുക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്. കുറച്ച് നേരം കൂടി തിളപ്പിച്ചെടുക്കുക. ഉപ്പും പുളിയും എല്ലാം കറക്റ്റ്. മീൻ വേവണ സമയം വരെ ഇച്ചിരി നേരം അടച്ചെടുക്കുക. ഒരു മൂടി വെച്ചത് മീൻ വേവുന്നത് വരെ അടച്ചു. ബ്രേക്ക്ഫാസ്റ്റ് മുട്ട ചിക്കിയത്. ഇത് 1 ഗ്ലാസ് മധുരമില്ലാത്ത പാലോ ചായയോ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ കുടിക്കാം. അയിലക്കറി ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കുറുകിയ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എനിക്ക് ഇത്രയും കുറുകിയത് തന്നെയാണ്. ഞങ്ങൾ 2 പേരായതുകൊണ്ട് കറി ഇത് അധികം തന്നെയാണ്. 2 ദിവസം എടുക്കാം. ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റാണ്. അടുപ്പ് ഓഫ് ചെയ്യാം. അയില തേങ്ങായും മുളക് അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.